കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതില്ലേ? വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം എന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പബ്ലിക് ഡൊമൈനിലുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ. അതെങ്ങനെയാണ് ഒരു ലൈംഗിക പീഡനം വ്യക്തിപരമായ വിഷയമാണ് എന്ന് പറഞ്ഞ് ചുരുക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ ആ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ കാരണം അതിന്റെ ശിക്ഷ വരുമ്പോൾ അത് ചെയ്ത ആൾക്ക് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, അല്ലേ? അത് അയാൾ ചെയ്തതുകൊണ്ടല്ലേ അയാൾക്ക് അതിന്റെ ശിക്ഷ കിട്ടുന്നത്, അല്ലേ? അപ്പൊ അല്ലാതെ അതൊരു ബാക്കി എല്ലാവർക്കും എന്താണ് ചെയ്യാൻ പറ്റുക? അതിൽ പ്രതികരിക്കേണ്ടത് എന്താ? ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രതികരിക്കേണ്ടതല്ലെന്നല്ല പറഞ്ഞത്, എന്റെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രതികരണമാണ് പറഞ്ഞത്. തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ, ഇരയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പൊതുസമൂഹത്തിനിടയിൽ ഒരു പൊതുസമൂഹത്തിനിടയിൽ ഒരു സംശയം വരുത്തിയിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായാലും പ്രക്ഷോഭിന്റെ വിഷയമായാലും പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ശക്തമായ നിലപാടെടുത്ത് പാർട്ടിക്ക് പുറത്തു നിർത്തിയ വ്യക്തികളാണ്. അതിൽ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടൊരു നിലപാട് പറയുന്നതിന് രമേശ് പിഷാരടിക്ക് തടസ്സമാകുന്ന ഘടകം എന്താണ് ബോൾഡായിട്ടുള്ള നിലപാട്? നിങ്ങളായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിലും പറയുന്ന ബോൾഡായിട്ടുള്ള നിലപാട് എന്താണ്? ഇത് വ്യക്തിപരമായ വിഷയം എന്ന് പറഞ്ഞ് ചുരുക്കി കെട്ടാൻ പറ്റില്ലല്ലോ. കാരണം ആയിട്ടുള്ള വിഷയമല്ലല്ലോ. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയമല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ളവർ ചെയ്യുമ്പോൾ ആ നിലയിൽ നിലപാട് എന്താണ്? എങ്ങനെയാണ് അതിനെ ഞാൻ അഡ്രസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? എനിക്കൊന്ന് പറഞ്ഞുതരൂ. അതിനെ പൂർണ്ണമായും തള്ളിക്കളയണം. അതല്ലേ ഞാൻ ചെയ്തത്. പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതല്ലേ ഞാൻ ചെയ്തത്. തെറ്റ് കിട്ടിയ ആൾക്ക് ശിക്ഷ കിട്ടണം. അതല്ലേ ഇവിടുത്തെ നിയമ സംവിധാനം. അതും തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ ലഭിക്കണം, ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് പറയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായാലും മറ്റു വിഷയങ്ങളായാലും പൂർണ്ണമായും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എങ്ങനെ ഒരു നിലപാട്? പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട്. ഞാൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറയും. എങ്ങനെ നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു പോരെ? നമ്മുടെ നാടിന്റെ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ എന്തൊരു ലോ ക്ലാസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ന്യൂസ് 18 പ്രവർത്തകയോ അല്ലെങ്കിൽ അവരുടെ മുതലാളിയോ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഉത്തരം മറ്റൊരാൾ പറയണമെന്നാണ് ഇവരുടെ മനസ്സിലെ വിചാരം എന്ന് വിചാരിക്കുന്ന ഒരു തരംതാണ പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ ആ മനുഷ്യൻ, പിഷാരടി എന്ന മനുഷ്യൻ, എത്ര വിവേകത്തോടെയാണ് ആ ക്വസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്. പിഷാരടി എത്ര ഉത്തമമായ മറുപടിയാണ് നൽകിയത്. എന്നിട്ടും അദ്ദേഹത്തെ കുത്തി ഈ മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുമാകാം എന്ന തരത്തിലുള്ള ഒരു ധാർഷ്ട്യം ഇവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ആ മാധ്യമപ്രവർത്തകയ്ക്ക് ആള് മാറിപ്പോയി. ചോദ്യം ചോദിച്ചു ചെന്നത് പിഷാരടിയിലോട്ടാണ്.